ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് മാത്രം മതി ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഞെക്കാൻ. സോ എല്ലാവരും ഒന്ന് ഞെക്കിയിട്ട് കാണാനായിട്ട് അത് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അതായത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങി CCL 2023 എന്ന് വേണ്ടി പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ ദിവസം അതായത് ഏപ്രിൽ 2 ഒരു പ്രത്യേകതയുണ്ട്. അതായത് ബുർജ് ഖലീഫയിൽ CCLൻ്റെ കർട്ടൻ റേസർ ഇന്നാണ് നടക്കാൻ പോകുന്നത്. സോ CCLൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ CCLുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുർജ് ഖലീഫയെ തെളിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് CCL എവിടെ കാണാമെന്നാണ്. എന്തായാലും അതിൻ്റെ ഒരു ഉത്തരവ് CCLൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിൽ എത്തിയിട്ടുണ്ട്. സോ ഇപ്രാവശ്യം നമുക്ക് CCL ജിയോ സിനിമയിലാണ് കാണാൻ സാധിക്കുന്നത്. അതെന്തായാലും ഒരു നല്ല ന്യൂസ് തന്നെയാണ്. അതായത് OTT പ്ലാറ്റ്ഫോമിൽ ജിയോ സിനിമയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി TV-യിൽ എവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ CCL അധികൃതർ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ CCL ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര മികച്ചൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ജിയോ സിനിമ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷ്ണു ഇതൊരു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ CCL ബിഗർ ആൻഡ് ബെറ്റർ ആയിരിക്കും. ഇത് 10ാമത്തെ സീസണാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു CCL തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CCLൻ്റെ പുതിയ പോസ്റ്റർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പോസ്റ്ററിലേക്ക് ആര്യ, സൽമാൻ ഖാൻ, കിച്ച സുദീപ്, റിതേഷ് ദേശ്മുഖ്, ജിഷു സെൻഗുപ്ത, മനോജ് തിവാരി, അഖിൽ അക്കിനേരി. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ അവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ നേരത്തെ ക്യാപ്റ്റൻ കുഞ്ചാക്കോ ബോബൻ്റെ പടമല്ല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ദ്രജിത്തിൻ്റെ ഒരു ഇമേജാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ദ്രജിത്തായിരിക്കും ഇപ്രാവശ്യം കേരള സ്ട്രൈക്കേഴ്സിനെ നയിക്കാൻ പോകുന്നത്. സോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനെക്കാട്ടിലും എന്തുകൊണ്ട് മികച്ചത് ഇന്ദ്രജിത്താണെന്നാണ്. കാരണം ഇന്ദ്രജിത്ത് ചില ബാറ്റിംഗ് സ്കിൽസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ബാറ്റ് കൊണ്ട് നല്ലവണ്ണം ബാറ്റ് ചെയ്യാൻ പറ്റിയൊരു വ്യക്തി കൂടിയാണ് ഇന്ദ്രജിത്ത്. സോ അദ്ദേഹം ക്യാപ്റ്റനായി വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി CCLൻ്റെ ഷെഡ്യൂൾ വരാനുണ്ട്, കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സ്ക്വാഡ് വരാനുണ്ട്, അതുപോലെ തന്നെ കുറേ അധികം CCLുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വരാനുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ, അതായത് ഈ ഒരു ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.